പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നതിനായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. എൽ ശദായി മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്ത്യ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ ചെറിയൊരു ചിന്തയ്ക്കായിട്ട് ഇയ്യോബിൻ്റെ പുസ്തകം 23 അധ്യായം അതിൻ്റെ 10 വാക്യം. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. നടക്കുന്ന വഴി, അതെ, ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നാം നടക്കുന്ന വഴി, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കുന്ന വഴി അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. ദൈവം അറിയാത്തൊരു വഴിയില്ല. അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ക്രിസ്ത്യ ജീവിതത്തിൽ അനവധിയായ പ്രമോഷനുണ്ട്. എന്നാൽ ചില ശോധനകൾ, ചില പരീക്ഷകൾ, ചില ടെസ്റ്റുകൾ, ജീവിതത്തിൽ അനവധിയായ പ്രതിസന്ധികൾ കടന്നു വരും. എന്നാൽ അവിടെയൊക്കെ തകർന്നു പോവാൻ ഇടയാകാതെ വണ്ണം, അതെ, മനുഷ്യ ജീവിതം എപ്പോഴും തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഭക്തനായ ഇയ്യോബിൻ്റെ ജീവിതം പഠിച്ചാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അനവധിയായ ശോധനകൾ കടന്നു വന്നു. അതെ, തൻ്റെ ജീവിതം ഒരിക്കലും ഒരു പരാജയമല്ല. ഇയ്യോബ് ആ ശോധനയിലൊക്കെ താൻ ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ദൈവദൂതന്മാർ ദൈവസന്നിധിയിൽ ചെന്നപ്പോൾ അവിടെ സാത്താൻ കടന്നു ചെന്നു. സാത്താനോട് ദൈവം ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. നീ എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്, അതെ, പിശാച് പറയുന്നത്, അതെങ്ങനെ നോക്കുന്നേ? നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. ആ വേലി ഈ പിശാചിന് ഇഷ്ടമല്ല. ഒരു ഭക്തന് ചുറ്റും ദൈവം വേലി കെട്ടിയിരിക്കുന്നുണ്ട്. അത് അവൻ്റെ വേലി ഒന്ന് പൊളിക്ക് എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനെ ദൈവം സൂക്ഷിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, ഞാൻ നിനക്ക് ചുറ്റും തീ മതിലായിരിക്കുമെന്ന് സെക്കരിയ പ്രവാചകൻ പറയുമ്പോൾ, വാൾ ഓഫ് ഫയർ, അതെ, ഒരു തീമതിൽ എപ്പോഴും ഒരു ഭക്തന് ചുറ്റുമുണ്ട് എന്നതുപോലാണ് ഭക്തനായ ഇയ്യോബിനെ ചുറ്റും ദൈവം വേലി പൊളിച്ചാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിലുണ്ടായ നഷ്ടം, കഷ്ടം, വേദന, ആടുമാടുകളെ, മൃഗസമ്പത്ത്, 10 മക്കള്, ഇതെല്ലാം ഉണ്ടായി ജീവിതത്തിൽ. മരുഭൂമിയിൽ നിന്നൊരു കാറ്റടിച്ച് അത് ഇയ്യോബിനുള്ളതെല്ലാം തകർത്തു കളഞ്ഞു. അത് സാത്താൻ പറഞ്ഞത് നിമിത്തം ദൈവം അനുവദിച്ച, ആ വേലി പൊളിക്കുവാൻ അനുവദിച്ചത് കൊണ്ടാണ് അങ്ങനെയെല്ലാം സംഭവിച്ചത്. എന്നാൽ അവിടെയൊന്നും ഇയ്യോബ് ദൈവത്തെ തള്ളിപ്പറയാനിടയായില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിൻ്റെ ജീവിതത്തിൽ ചില കാറ്റുകൾ, പ്രതീക്ഷിക്കാതെ ചില പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചാൽ, അതെ, അവിടെയൊന്നും നീ പതറിപ്പോകരുത്. ദൈവം നിന്നെ ശോധന കഴിക്കാൻ, അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് ധൈര്യത്തോടെ പറയാനിടയാകട്ടെ. ഒരു പൊന്നിൻ്റെ അവസ്ഥ എന്താണ്? ആ പൊന്ന് തീക്കകത്ത് വെച്ച് തട്ടാൻ, അതിൻ്റെ മാറ്റ്, അത് നല്ല തങ്കമാക്കി തീർക്കുന്ന ആ തീയിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ കീടം, അതിൻ്റെ ചെളികളെല്ലാം മാറി 24 കാരറ്റ് ആകുന്നത് പോലെ, അത് ഒരു പൊന്ന് ഉരുക്കുന്ന തട്ടാനെ പോലെ സ്വർഗീയ പിതാവ് നമ്മളെ ഉരുക്കുകയാണ്, ശോധന ചെയ്യുകയാണ്. തീക്കകത്ത് വെക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പൊന്നാണ് ഞാനും നിങ്ങളും. എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ ഞാനും ദൈവത്തിൻ്റെ പൊന്നാണ്. ആ പൊന്ന് വെച്ചിട്ട് ആ തട്ടാൻ അശ്രദ്ധനാകുകയില്ല. എൻ്റെ കുഞ്ഞിനെ ഇത്രയും ചൂട് സഹിക്കാൻ കഴിയുമോ? അത് ചൂടളക്കുന്ന തെർമോമീറ്റർ അത് വെച്ച് നോക്കാറുണ്ട്. ചൂട് കൂടുതലാണോ കുറവാണോ? കൂടുതൽ ചൂട് വരുമ്പോൾ സഹിക്കാൻ കഴിയാത്തതിലും അധികമായ ചൂട് വന്നാൽ തമ്പുരാൻ ദൈവം നമ്മളെ തോളിലെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ
അത് ശോധന ചെയ്യുന്ന ദൈവമുണ്ട്. ഈ വചനങ്ങൾ ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.